നമസ്കാരം. ഒക്ടോബർ മാസത്തിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ച വിവിധ വസ്തുതകളുമായിട്ട് KMC ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഞാൻ ഡോക്ടർ സാറ ഈസോ, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ഓഫ് ദി ഓങ്കോളജി സെൻറ്റർ. ഞാൻ ഡോക്ടർ നിതിൻ വി അശോക്, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജി. ഞാൻ ഡോക്ടർ ജോൺ തോമസ്, കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജി. ഞാൻ ഡോക്ടർ സാനിയ സലീം, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ. ഡോക്ടർ ബോസ് വിൻസൻ, കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഡയഗ്നോസിസിനെ കുറിച്ചും അതിൻ്റെ സ്ക്രീനിങ്ങിനെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ഇനി ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ബ്രസ്റ്റ് ബയോപ്സിയിൽ ക്യാൻസർ ഉണ്ടെന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ടു സി എ സർജൻ. സോ എന്തെല്ലാം സർജിക്കൽ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഡോക്ടർ ജോൺ ഒന്ന് വിശദീകരിക്കാമോ? സർജിക്കൽ ഓപ്ഷൻസിന് മുമ്പ് നമുക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടു സ്റ്റേജ് ദ ഡിസീസ്, അത് എന്ത് സ്റ്റേജിലുള്ളതാണ് എന്ന് അറിയണം. അതിനനുസരിച്ചാണ് ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ചെറിയ ട്യൂമേഴ്സ് ആണെങ്കിൽ, അതായത് ബ്രസ്റ്റിൽ വളരെ ചെറിയ ട്യൂമർ ലെസ് ദാൻ 2 cm ആണ്, നോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഫർദർ വർക്കപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. പെറ്റ് സ്കാനോ വലിയ സ്കാനുകളോ ആവശ്യം വരുന്നില്ല. ബിക്കോസ് അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ അഡ്വാൻസ് ഡിസീസായിട്ട് വരുന്ന ഒരു രോഗിക്ക്, അതായത് കഴലകൾ, ആക്സിലറി നോട്ട്സ് അഥവാ കഴലകളുണ്ട്, അല്ലെങ്കിൽ വ്രണങ്ങളായിട്ടോ അൾസറായിട്ടോ അങ്ങനെയൊക്കെ വരുന്ന രോഗികൾക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കുക. അതിന് സ്കാനുകൾ, പെറ്റ് സ്കാനോ CT സ്കാൻ, ബോൺ സ്കാൻ, അങ്ങനെ നമുക്ക് പല സ്കാനുകൾ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നമ്മൾ സ്റ്റേജ് ചെയ്യാം. സർജിക്കൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് സർജറിയാണുള്ളത്. ഒന്ന് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, ഒന്ന് മാസ്റ്റെക്ടമി. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്യൂമർ അതിന് ചുറ്റുമുള്ള ഭാഗവും മാത്രം നീക്കം ചെയ്യുകയും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് റേഡിയേഷൻ തെറാപ്പി കൊടുക്കുകയും ചെയ്യും. അതായത് ബ്രസ്റ്റ് കൺസർവേഷൻ തെറാപ്പിയുടെ ഭാഗമാണ് റേഡിയേഷൻ. ഇറ്റ് ഇസ് സർജറി പ്ലസ് റേഡിയേഷൻ. ഓക്കെ. മാസ്റ്റെക്ടമി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബ്രസ്റ്റ് മുഴുവനായിട്ട് നീക്കം ചെയ്യുന്ന സർജറിയാണ്. ഇപ്പോൾ പണ്ട് കാലത്ത്, അതായത് ക്യാൻസർ തുടക്കകാലത്ത് നമ്മൾ മിക്കവാറും എല്ലാ പേഷ്യൻസിനും മാസ്റ്റെക്ടമി ആയിരുന്നു ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ടെക്നോളജിയും സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയാണ്, എസ്പെഷ്യലി പ്ലാസ്റ്റിക് സർജറിയുടെ ഹെൽപ്പോടുകൂടി ഇപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയാണ് ഉക്കുമിട്ടാലും എല്ലാ പേഷ്യൻസിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വളരെ കുറവ് ഇൻഡിക്കേഷൻസ് മാത്രമേ ഉള്ളൂ മാസ്റ്റെക്ടമി ചെയ്യാനായിട്ട്. 1-2 കേസുകൾ. എത്ര വലിയ ട്യൂമർ ആണെങ്കിലും നമുക്കിപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷനിൽ രണ്ടാമത്തെ ഒരു പാർട്ടുള്ളത് ആക്സിലറി സ്റ്റേജിങ് ആണ്. അതായത് നമ്മൾ ബ്രസ്റ്റിൽ നിന്ന് ഫസ്റ്റ് സ്പ്രെഡ് ആവുന്നത് കഴലകൾ, ആക്സിലറിയിലെ കഴലകൾ അഥവാ ലിംഫ് നോഡ്സിലേക്കാണ്. അപ്പോൾ ലിംഫ് നോഡ്സ് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമുക്ക് സെന്റിനൽ നോഡ് ബയോപ്സി എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. അതായത് അവിടെ ട്യൂമർ അങ്ങോട്ട് അതായത് കഴലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വേണ്ടി വരും. അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി വിൽ ഇൻക്ലൂഡ് സർജറി, അതായത് ബ്രസ്റ്റിൻ്റെ ട്യൂമർ എടുക്കുക പ്ലസ് ആക്സിലറി സ്റ്റേജിങ് പ്ലസ് റേഡിയേഷൻ. അപ്പോൾ റേഡിയേഷനെ കുറിച്ച് പറഞ്ഞു. ബ്രസ്റ്റിനുള്ള റേഡിയേഷനെ കുറിച്ച് ഡോക്ടർ ബോസ് ഒന്ന് സംസാരിക്കാമോ? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 തരത്തിൽ നമുക്ക് ബ്രസ്റ്റിനുള്ള റേഡിയേഷൻ ചെയ്യേണ്ടി വരും. ഒന്ന്, ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബ്രസ്റ്റിന് മൊത്തമായിട്ടുള്ള റേഡിയേഷൻ ചെയ്യേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ വലിയ ട്യൂമറുകൾക്ക്, T3 സ്റ്റേജ് മുതൽ മുകളിലേക്കുള്ള ട്യൂമറുകൾക്ക്, അല്ലെങ്കിൽ ലിംഫ് നോഡ് പോസിറ്റീവായിട്ടുള്ള ട്യൂമറുകൾക്ക് നമുക്ക് മാസ്റ്റെക്ടമിക്ക് ശേഷവും റേഡിയേഷൻ വേണ്ടി വന്നേക്കാം. മാസ്റ്റെക്ടമി ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ട്യൂമറുകൾക്കും നമുക്ക് റേഡിയേഷൻ ഒഴിവാക്കാൻ പറ്റുകയില്ല. എന്നാൽ വളരെ ചെറിയ ട്യൂമറുകൾക്ക്, T1, T2, N0 വരുന്ന ട്യൂമറുകൾക്ക് മാസ്റ്റെക്ടമി ചെയ്യുമ്പോൾ നമുക്ക് റേഡിയേഷൻ ഒഴിവാക്കാം. എന്നാൽ മറ്റ് വലിയ ട്യൂമറുകൾക്ക് റേഡിയേഷൻ ചെയ്യേണ്ടി വരും. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി കഴിഞ്ഞിട്ടുള്ള എല്ലാ പേഷ്യൻസും റേഡിയേഷൻ ചെയ്യേണ്ടി വരും. നമ്മൾ ഇൻഡിക്കേഷൻ അനുസരിച്ച് മാവിന് മൊത്തമോ സൂപ്രാക്ലാവിക്കുലർ ഫോസ എന്ന് പറയുന്ന മുകളിലുള്ള ഭാഗത്തിനോ അല്ലെങ്കിൽ കക്ഷത്തിലുള്ള ആക്സില ഭാഗത്തിനോ റേഡിയേഷൻ ചെയ്യും. മുമ്പ് 25 ദിവസം നീണ്ടു നിൽക്കുന്ന റേഡിയേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പുതിയ പഠനങ്ങൾ മൂലം ഇത് 15 ദിവസം നീണ്ടു നിൽക്കുന്ന റേഡിയേഷനാണ് ഇപ്പോൾ മോസ്റ്റ് കോമൺലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന റേഡിയേഷൻ ടെക്നിക്കുകളും അടുത്ത ചില വർഷങ്ങളായിട്ട് പ്രചാരണത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇതാണ് റേഡിയേഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. ബ്രസ്റ്റ് റേഡിയേഷൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ച് ആളുകൾ പ്രധാനമായി പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ആളുകൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഹാർട്ടിന് വളരെ ലോങ് 15-20 വർഷങ്ങൾക്ക് ശേഷം മയോകാർഡിയൽ ഇൻഫാക്ഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ചില കീമോതെറാപ്പി മരുന്നുകളും ഹാർട്ട് ടോക്സിക് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ
റേഡിയേഷൻ കൊടുക്കുമ്പോൾ കൂടുതൽ കാർഡിയോടോക്സിറ്റി വരുന്ന മൂലം ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ DIBH എന്ന് പറയുന്ന ടെക്നിക്ക്, ഡീപ്പ് ഇൻസ്പിറേറ്ററി ബ്രത്ത് ഹോൾഡിംഗ് എന്ന് പറയും. ശ്വാസം വലിച്ചു പിടിച്ച് ആ സമയത്ത് നമ്മൾ റേഡിയേഷൻ ചെയ്യുന്ന അതിൻ്റേതായ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റുകൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള റേഡിയേഷൻ ചെയ്യുന്നതിലൂടെ ഹാർട്ടിലേക്കുള്ള ഡോസ് നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. പുതിയ റേഡിയോതെറാപ്പി ടെക്നിക്കുകൾ മൂലം ഹാർട്ടും ലങ്സും മുതലുള്ള സ്ഥലങ്ങളിലേക്ക് റേഡിയേഷൻ്റെ ഡോസ് വളരെ കുറച്ച് സൈഡ് എഫക്റ്റുകൾ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് റേഡിയേഷൻ ചെയ്യാനായിട്ട് ഇന്ന് സാധിക്കുന്നു. സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ റേഡിയേഷൻ കൊണ്ട്? പലരും ചോദിക്കും തൊലി പൊളിഞ്ഞു പോകുമോ അല്ലെങ്കിൽ സ്കിൻ ബേൺ ചെയ്യുമോ അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. ഇന്നത്തെ കാലത്ത് ബ്രസ്റ്റ് റേഡിയേഷന് തൊലി പൊളിഞ്ഞു പോകുക അല്ലെങ്കിൽ സ്കിൻ റിയാക്ഷൻസ് ഒക്കെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന 2D ടെക്നിക്കുകൾ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൊബാൾട്ട് 60 പോലെയുള്ള റേഡിയോതെറാപ്പി മെഷീനുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കിൻ ടോക്സിറ്റി അധികമായി കാണാറുണ്ട്. എന്നാൽ ഇന്ന് നാം യൂസ് ചെയ്യുന്ന മോഡേൺ ടെക്നിക്കുകൾ മൂലം സ്കിൻ ടോക്സിറ്റി വളരെ വളരെ കുറവാണ്. ഏറ്റവും കോമണായി നാം ബ്രസ്റ്റ് ക്യാൻസറിൽ നാം കാണുന്നത് ഒന്ന് ഹാർട്ടിലേക്കുള്ള ഡോസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ഒപ്പം തന്നെ ലങ്സിലേക്കുള്ള ഡോസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ സ്കിൻ ടോക്സിറ്റി ഇന്നത്തെ കാലത്ത് നാം കാണാറേ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോ കോസ്മസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു ആകാര ഭംഗി നിലനിർത്തുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് സർജറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തെല്ലാം തരം പ്ലാസ്റ്റിക് സർജറികളാണ് ഇന്ന് ബ്രസ്റ്റ് സർജറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡോക്ടർ സാനിയ എന്ന് പറയുന്നത്? ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് യൂഷ്വലി സർജിക്കലി നമ്മൾ ബ്രസ്റ്റിൻ്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കൂടുതലായിട്ട് സ്പ്രെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേജ് കൂടിയ ബ്രസ്റ്റ് ക്യാൻസർ ഡിസീസിൽ ബ്രസ്റ്റ് മുഴുവനായിട്ട് മാറ്റുകയോ ചെയ്യുമ്പോഴത്തേക്ക് ബ്രസ്റ്റ് പഴയ രീതിയിൽ തിരിച്ചു വേണമെന്ന് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് പ്ലാസ്റ്റിക് സർജറിയുടെ റോള് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് ബ്രസ്റ്റിൻ്റെ ഒരു പാർട്ട് ഓഫ് ബ്രസ്റ്റ് ആണ് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ സൈഡിലായിട്ടുള്ള ടിഷ്യൂ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റേത് തന്നെ ടിഷ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓങ്കോപ്ലാസ്റ്റി ചെയ്തിട്ട് ബ്രസ്റ്റിൻ്റെ പഴയൊരു രൂപം കൊടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറച്ചിപ്പം നമ്മൾ ബ്രസ്റ്റ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ടിൽ ഒരു 1/4 കൂടുതലായിട്ട് ബ്രസ്റ്റ് പോവുകയാണ്. അപ്പം നമുക്ക് ബ്രസ്റ്റിൻ്റെ സൈസോ അല്ലെങ്കിൽ അതിനൊരു പ്രൊജക്ഷൻ, സ്ത്രീകൾക്ക് ആ ഒരു പ്രൊജക്ഷൻ ഓപ്പോസിറ്റ് സൈഡ് ബ്രസ്റ്റിൻ്റെ ഒരു പ്രൊജക്ഷൻ പോലെ നമുക്ക് സിമെട്രലൈസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 2-3 രീതിയിൽ ഓപ്ഷൻസ് ഉണ്ട്, പ്ലാസ്റ്റിക് സർജറി ടെക്നിക്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് സിലിക്കോൺ ഇംപ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കോൺ ഇംപ്ലാന്റും നമ്മൾ പേഷ്യൻറ്റിൻ്റെ തന്നെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ടിഷ്യൂ വെച്ചിട്ടും നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ബ്രസ്റ്റ് ഇപ്പം അഡ്വാൻസ്ഡ് ഡിസീസസ് ആണ് എങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാസ്റ്റക്ടമി ചെയ്ത് നീക്കം ചെയ്യുന്ന ബ്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചധികം ടിഷ്യൂ വേണം ബ്രസ്റ്റിൻ്റെ മൗണ്ട് ആ ഒരു പ്രൊജക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഫീല് നാച്ചുറലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ തന്നെ ടിഷ്യൂ നമുക്ക് അബ്ഡമനിൽ നിന്ന് എടുത്തിട്ട് ബ്രസ്റ്റിൻ്റെ ഷേപ്പും റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ നമുക്ക് നിപ്പിൾ ഏരിയയുള്ള കോംപ്ലക്സ് വരെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഇപ്പം ആക്സിലറി ഡിസെക്ഷനെ പറ്റി ഡോക്ടർ ജോൺ സംസാരിച്ചിരുന്നു. അപ്പം നമ്മൾ ആക്സിലറി നോഡ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലിംഫെഡീമ അല്ലെങ്കിൽ ആ അപ്പർ ലിംബിന് ആ കയ്യിൽ ലിംഫെഡീമ വന്നിട്ട് കൈയുടെ സൈസ് കൂടുന്ന ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. അത് പേഷ്യൻസിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അത് ഒരു പരിധി വരെ നമുക്ക് പ്രൈമറി ആയിട്ട് തന്നെ നമുക്ക് ഈ ഫ്ലാപ്പ് റീകൺസ്ട്രക്ഷൻ്റെ കൂടെ ലിംഫ് നോഡ് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. പിന്നീട് സെക്കൻഡറി ആയിട്ടാണ് പേഷ്യൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് സർജറി ടെക്നിക്സ് ഉണ്ട്. അതിന് നമുക്ക് ലിംഫ് വെസൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ലിംഫ് നോഡ് ട്രാൻസ്ഫർ, അങ്ങനെ പല അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ വേറെ പ്രധാനമായൊരു പ്രശ്നമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്ന കാര്യം, ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്ത പേഷ്യൻസ് ഒരുപാട്, ഒരു മാസ്റ്റക്ടമി ചെയ്ത പേഷ്യൻസ് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്ക് അന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ മുന്നേ വരെ അത്രയ്ക്കൊരു അഡ്വാൻസ്ഡ് മീൻസ് സർജിക്കലി അഡ്വാൻസ്മെൻറ്റ് ഇല്ലായിരുന്നതുകൊണ്ട് മാസ്റ്റക്ടമി ചെയ്തിട്ടുള്ള പേഷ്യൻസിന് പിന്നീടൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ആക്ച്വലി അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ടെക്നിക്കലി അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്നാൽ കൂടിയും നമുക്ക് ബ്രസ്റ്റ് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ ന്യൂവറായിട്ട് നമുക്ക് നിപ്പിളിൻ്റെ ഇംപ്ലാന്റും ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിപ്പിൾ ഏരിയയുള്ള കോംപ്ലക്സിൻ്റെ ഇംപ്ലാന്റും ഈവൻ അതിൻ്റെ സെൻസറി റീഇന്നർവേഷൻ കൊടുക്കാനുള്ള ന്യൂവർ രീതിയിലുള്ള ടെക്നോളജിക്കലി ഇത് നമ്മൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് പ്ലാസ്റ്റിക് സർജറി കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്.
ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ കീമോതെറാപ്പിയുടെ ആവശ്യം എന്താ? പലരും പറയാറുണ്ട്, സർജൻ പറഞ്ഞ എല്ലാം എടുത്ത് കളഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ എനിക്ക് കീമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കീമോതെറാപ്പി അതെല്ലാം സ്റ്റേജിലാണ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡോക്ടർ നിതിൻ എന്ത് പറയുന്നത്? നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു സിസ്റ്റമിക് ഡിസീസായിട്ടാണ് കൺസിഡർ ചെയ്യാറ്. പലപ്പോഴും ജനറൽ സർജൻസോ ആരെങ്കിലും സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ ഇതെടുത്ത് കളഞ്ഞു ഇനി മുന്നോട്ടൊന്നും വേണ്ട അതൊരു തെറ്റിദ്ധാരണയാണ്. പേഷ്യൻസിനെ നമ്മളൊരു ബ്രസ്റ്റ് ക്യാൻസർ നോക്കുമ്പോൾ നമ്മളത് ER/PR HER2 എന്ന് പറഞ്ഞ് IHC സ്റ്റഡീസ് നടത്തും. എന്നിട്ട് നമ്മളതിനെ തരംതിരിക്കും. ബ്രസ്റ്റ് ക്യാൻസർ തന്നെ ER/PR പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ട്, HER2 എൻറിച്ച്ഡ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ട്, അതേപോലെ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ രീതിക്കാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറ്. അപ്പോൾ ഇതുകൂടാതെ നമ്മൾ സ്റ്റേജും നോക്കുന്നുണ്ട്. ഈ ബ്രസ്റ്റ് ഇനിഷ്യൽ ട്യൂമർ സൈസ് എത്രയുണ്ട്, നോഡ് പോസിറ്റീവ് ആണോ, അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോകാറ്. പിന്നെ നമ്മളെ പേഷ്യൻ്റെ ക്യാരക്ടേഴ്സും വരും. ഏജ് ഒരു 80-year-old ലേഡി വെസസ് ഒരു 40-year-old ലേഡി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ TNBC എന്ന് പറയുന്നതാണ് മോസ്റ്റ് അഗ്രസീവ് ഫോം ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് വന്നാലും ഇനിഷ്യലി തന്നെ കീമോതെറാപ്പി വേണ്ടി വരും. അത് സ്റ്റേജ് ഒരു 0.5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ നമ്മൾ ഏത് ട്യൂമർ ആയിരുന്നാലും TNBC ആണെങ്കിൽ നമ്മൾ കീമോ കൊടുക്കാൻ പ്രിഫർ ചെയ്യും. 8 സൈക്കിൾസ് വരെ കീമോ കൊടുക്കും. അതേസമയം HER2 പോസിറ്റീവ് ഡിസീസ് ആണെങ്കിൽ നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റഡ് തെറാപ്പിയാണ്. HER2 ഡയറക്റ്റഡ് തെറാപ്പി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിൽ ട്രാസ്റ്റ്യൂസുമാബ്, പെർട്ടുസുമാബ്, പിന്നെ കൂടെ കീമോതെറാപ്പി. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കാറ്. അതുകൂടാതെ അത് നമ്മൾ പൊതുവെ വലിയ ട്യൂമറാണെങ്കിൽ ആദ്യം ഇത് കൊടുക്കാൻ പ്രിഫർ ചെയ്യും. അപ്പോൾ അതൊരു മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡിൽ നിന്നാണ് ഡിസിഷൻ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പോയി സർജനെ കണ്ടു, സർജൻ പറഞ്ഞു ഇത് നമുക്ക് സർജറി ചെയ്ത് കളയാം, അങ്ങനെയല്ല. അപ്പം IHC ചെയ്തൊരു ER/PR നെഗറ്റീവ് HER2 പോസിറ്റീവ് ട്യൂമറാണ്, ഒരു 4 സെൻറ്റിമീറ്റർ ഉണ്ട്, 2 നോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ആ പേഷ്യൻ്റ് ആദ്യം കീമോ പ്ലസ് ഈ ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കണം. കാരണം അത് ഇമ്പാക്റ്റ് ചെയ്യും, സർവൈവൽ ഇമ്പാക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് സർജറി കഴിഞ്ഞിട്ട് ആ പേഷ്യൻ്റ് ചിലപ്പം ഒരു ടാർഗറ്റഡ് ഏജൻറ്റ് കൊടുക്കേണ്ടി വരും, TDM1 എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്. അതേപോലെ ER/PR പോസിറ്റീവ് ട്യൂമേഴ്സ് ആണെങ്കിൽ ചില പേഷ്യൻസിനെ നമുക്ക് കീമോ ഒഴിവാക്കാം. ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്, ഓങ്കോടൈപ്പ് DX എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉള്ളി ഹോർമോൺ തെറാപ്പി. ചില പേഷ്യൻസ് നമ്മൾ CDK4/6 ഇൻഹിബിറ്റേഴ്സ് അങ്ങനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡിലിരുന്നാണ് ഈ ഡിസിഷൻസ് വരാനുള്ളത്. എല്ലാവർക്കും കീമോതെറാപ്പി വേണ്ട, പക്ഷേ കീമോതെറാപ്പി വേണ്ടവർക്ക് അത് കൊടുത്തേ പറ്റൂ. കാരണം ലോങ് ടേം സർവൈവൽ ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഈ മുൻപ് വിചാരിച്ചിരുന്ന പോലെ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റില്ല. ഇപ്പോൾ സ്റ്റേജ് 2 ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ പോലും ഒരാൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല വേറെ ആൾക്ക് കൊടുക്കുന്നത്. കാരണം നമ്മൾ ട്യൂമറിൻ്റെ പ്രതലത്തിലുള്ള കോശങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീനിനെ ആശ്രയിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യം, മറ്റൊരാൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് തന്നെ ഫലപ്രദമാവണമെന്നില്ല എന്നാണ്. ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയിൽ നമുക്ക് സർജറിയിൽ പുതിയ ടെക്നിക്സ് വന്നിട്ടുണ്ട്. മുൻപൊക്കെ മാസ്റ്റക്ടമി ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് വളരെ ചെറിയ സർജറി, ലെസ് ഇസ് മോർ എന്നാണ് സർജിക്കൽ അപ്രോച്ച് പുതിയതായിട്ടുള്ളത്. അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പിയിലും പുതിയ ടെക്നിക്സ് വന്നിട്ടുണ്ട്. കീമോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങിയ ചികിത്സകൾ കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾക്ക് കൂടുതൽ കാലം ജീവിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട്. അതും കൂടാതെ ബ്രസ്റ്റ് ക്യാൻസർ മൂലം ഒരു ആകാരഭംഗി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിക്ക് നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള പ്ലാസ്റ്റിക് സർജറി ടെക്നിക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സ നിർണ്ണയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ ഈ സ്പെഷ്യാലിറ്റികളെല്ലാം ഉള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സ നേടുക. കാരണം ഒരു ഡോക്ടർ മാത്രമല്ല ചികിത്സ നിർണ്ണയിക്കുന്നത്. വിദഗ്ധരായ സർജൻസ്, ബ്രസ്റ്റ് സർജറിയിൽ പ്രാവീണ്യമുള്ള ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ കീമോതെറാപ്പിയിലും റേഡിയേഷനിലും പ്ലാസ്റ്റിക് സർജറിയിലും പ്രാവീണ്യമുള്ള ഡോക്ടേഴ്സ് ഉള്ള ഒരു ടീമിനെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിന് ചികിത്സ നേടുന്നത് വഴി ഏറ്റവും ആധുനികമായ ചികിത്സ ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾക്ക് നൽകുവാൻ കഴിയും.